ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി പാതയോരത്തെ മരങ്ങൾ അലക്ഷ്യമായി മുറിച്ചുമാറ്റുന്നതായി പരാതി. നെല്ലിമറ്റം സ്കൂൾ പടിയിൽ പാതയോരത്ത് നിന്നിരുന്ന മരം മുറിച്ചുമാറ്റുന്നതിനിടയിൽ മരം വീണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൂർണ്ണമായും തകർന്നിരുന്നു. അതിനാൽ അലക്ഷ്യമായി മരം മുറിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകരാൻ കാരണക്കാരായവരെ കൊണ്ട് തന്നെ പുനർനിർമ്മിപ്പിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. നെല്ലിമറ്റം സ്കൂൾ പടിയിലാണ് പാതയോരത്ത് നിന്നിരുന്ന മരം മുറിച്ചു നീക്കുന്നതിനിടയിൽ മരം വീണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്നത്. MLA ആന്റണി ജോണിന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ മുകളിലേക്കാണ് മരം വീണത്. കവളങ്ങാട് സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ ജംഗ്ഷനിലെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും നാട്ടുകാർക്കും ആശ്രയമായിരുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് തകർക്കപ്പെട്ടത്. എതിർവശത്തുണ്ടായിരുന്ന മറ്റൊരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമെന്ന രീതിയിൽ പാടത്തേക്ക് തള്ളി ചെരിച്ചിട്ടിരിക്കുകയാണ്. നിലവിൽ ഈ ജംഗ്ഷനിലുണ്ടായിരുന്ന 2 ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളും ഇല്ലാത്ത അവസ്ഥയാണ്. JCB ഉപയോഗിച്ച് കാന നിർമ്മിക്കുന്നതിനിടയിൽ പല ഭാഗങ്ങളിലും കുടിവെള്ള പൈപ്പുകൾ പൊട്ടി ജലവിതരണം തടസ്സപ്പെട്ടിരുന്നു. ഗതാഗത തടസ്സങ്ങളും അപകടങ്ങളും വെള്ളക്കെട്ടും പൊടിശല്യവുമെല്ലാം വൻ ദുരിതമാണ് പൊതുജനങ്ങൾക്ക് സമ്മാനിച്ചത്. അലക്ഷ്യമായി മരം മുറിക്കുന്ന രീതി അവസാനിപ്പിക്കണമെന്നും ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകരാൻ കാരണക്കാരായവരിൽ നിന്ന് തന്നെ പണം ഈടാക്കി ഉടൻ പുനർനിർമ്മിക്കണമെന്നും പൊതുപ്രവർത്തകനായ മനോജ് ഗോപി പറഞ്ഞു. ഈ നാടിന്റെ ഒരു ജംഗ്ഷനാണിത്. ഇവിടുത്തെ ഈ MLA ആന്റണി ജോണിന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് അലക്ഷ്യമായി മരം മുറിച്ചത് മൂലം വലിയ ഭീമൻ തടി അതിൻ്റെ മുകളിലേക്ക് വന്ന് വീണ് ആ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൂർണ്ണമായി തകർക്കപ്പെട്ടിട്ടുള്ളത്. ഈ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് യാതൊരു തടസ്സവുമില്ല. അതിൻ്റെ ഓടകളെല്ലാം വർക്ക് ചെയ്ത് കഴിഞ്ഞു, അതിന് ബാക്കിലേക്ക് മാറ്റിയിട്ടുള്ളതാണ്. ഇപ്പോൾ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ നാട്ടുകാർക്കും എല്ലാവർക്കും ആശയമായിരുന്നു ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൂർണ്ണമായി തകർക്കപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം അധികാരികൾ ഇടപെട്ട് ഇത് തകർക്കപ്പെടുവാൻ സാഹചര്യമൊരുക്കിയ അവരിൽ നിന്ന് തന്നെ പണം ഈടാക്കി ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പുനഃസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരായിട്ടുള്ള എല്ലാവരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.